ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആർ കെ വിഷന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കുറച്ച് രസകരവും എന്നാൽ ചിലപ്പോൾ ഹൃദയം തകർക്കുന്നതുമായ ഒരു വിഷയത്തെക്കുറിച്ചാണ്. അതെ, വാട്സപ്പ് ബ്ലോക്ക്. അതും ആരാ ബ്ലോക്ക് ചെയ്യുന്നറിയാമോ? നമ്മുടെ സ്വന്തം പ്രിയപ്പെട്ടവർ. പലപ്പോഴും നമ്മുടെ പ്രിയപ്പെട്ടവർ, അതായത് ഭാര്യ ആയിക്കോട്ടെ, ഭർത്താവ് ആയിക്കോട്ടെ, കാമുകനോ കാമുകയോ, നമ്മൾ നിസ്സാര കാര്യങ്ങൾക്ക് പോലും വാട്സപ്പിൽ ബ്ലോക്ക് ചെയ്തിട്ട് പോയിട്ടുണ്ടാവും. ചില ആളുകൾ, അത് കാമുകന്മാർ അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ നിരന്തരമായിട്ട് നമ്മുടെ ലൈഫ് പാർട്ട്ണറെ വിളിച്ചുകൊണ്ടേയിരിക്കും. അവർ ഉറങ്ങുകയാണെങ്കിലും ജോലി ചെയ്യുകയാണെങ്കിലും അതൊന്നും കാര്യമൊക്കെ വിളിച്ചുകൊണ്ടേയിരിക്കും. ആ ഒരു സാഹചര്യത്തിലും ചിലപ്പോൾ നമ്മുടെ പാർട്ട്ണർ അല്ലെങ്കിൽ കാമുകന്മാർ നമ്മളെ ബ്ലോക്ക് ചെയ്യാം. അതായത് നമ്മുടെ സ്നേഹം ഒരിക്കലും മറ്റുള്ളവർക്ക് ഭാരമാവാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കണം. ഓരോ വ്യക്തിക്കും അവരുടേതായ ഇടവും സമയവും ആവശ്യമാണ്. ആ ഇടം നമ്മൾ ബഹുമാനിക്കുമ്പോൾ ആ ബന്ധം കൂടുതൽ ദൃഢമാകും. അതുപോലെ മറ്റൊരു കാര്യമാണ് ശ്വാസം മുട്ടിക്കുന്ന സ്നേഹം, അമിത സ്നേഹം. എന്റെ വാട്സപ്പ് നിറയെ നിന്റെ മെസ്സേജ് ആണല്ലോ, ഒരു മിനിറ്റ് പോലും വെറുതെ ഇരിക്കാൻ സമ്മതിക്കില്ല എന്ന് അവരോട് ചോദിക്കത്തക്ക രീതിയിൽ നമ്മൾ മെസ്സേജ് അയക്കുക. അതായത് ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് നൈറ്റ്, ലഞ്ച് കഴിച്ചു, വെള്ളം കുടിച്ചു, ചായ കുടിച്ചു, ഇങ്ങനെ സ്നേഹം കൊണ്ട് നമ്മൾ മെസ്സേജ് അയച്ച് കൂട്ടും. ഈ അമൃത സ്നേഹവും ചിലപ്പോൾ ഒരു പക്ഷേ അവർക്ക് ഒരു ഡിസ്റ്റർബൻസ് ആയി തോന്നാം. അമിതമായാൽ അമൃതം വിഷം എന്ന് പറയുന്ന പോലെ സ്നേഹം അധികമായാൽ ചിലപ്പോൾ വിഷമാകും. വാട്സപ്പിൽ മാത്രമല്ല, ജീവിതത്തിലും കുറച്ചൊക്കെ സ്പേസ് കൊടുക്കുന്നത് നല്ലതാണ്. സ്നേഹം എന്നത് സ്വാതന്ത്ര്യം നൽകലാണ്, കെട്ടിയിടലല്ല, ഓർക്കുക. പിന്നെ ചില ആളുകളുടെ ഒരു ക്രിഞ്ച് പരിപാടിയുണ്ട്. ഓൺലൈനിൽ വന്നിട്ടും എനിക്ക് മെസ്സേജ് അയക്കുന്നില്ലൊരു തോന്നലുണ്ടാവും. ചിലപ്പോൾ നമ്മൾ ഓൺലൈനിൽ വന്നിട്ട് മെസ്സേജ് അയച്ചില്ലെങ്കിൽ എന്നെ മെയിൻറ്റ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ച് നമ്മുടെ ലൈഫ് പാർട്ട്ണർ അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന ആൾ നമ്മളെ ബ്ലോക്ക് ചെയ്തിരിക്കാം. ഓൺലൈനിൽ കണ്ടാൽ ഉടൻ മെസ്സേജ് അയക്കാതെ ചിലപ്പോൾ സ്നേഹമില്ലായ്മയല്ല, അവർക്ക് അവരുടെ കാര്യങ്ങളുണ്ടായിരിക്കാം. വിശ്വാസമാണ് ബന്ധങ്ങളുടെ അടിസ്ഥാനം. അനാവശ്യ സംശയങ്ങൾ ബന്ധങ്ങളെ തകർക്കും. അതുപോലെ വേറൊരു കാര്യമാണ് ഗ്രൂപ്പ് ചാറ്റ് ദുരന്തം. അതായത് രണ്ടുപേരുമുള്ള ഗ്രൂപ്പിൽ വന്ന് അനാവശ്യമുള്ള ചളിയടിക്കുക, പരസ്പരം കളിയാക്കുക, അങ്ങനെയുള്ള ആളുകളെയും ഇവർ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അപ്പോൾ നമുക്ക് ബ്ലോക്ക് കിട്ടിയേക്കാം. അതായത് നമ്മുടെ വാക്കുകൾക്ക് ശക്തിയുണ്ട്. അത് ബന്ധങ്ങളെ തകർക്കാനും കെട്ടിപ്പടുക്കാനും കഴിയും. എവിടെയും മര്യാദയും ബഹുമാനവും പാലിക്കുക. നമ്മളെപ്പോഴും മനസ്സിലാക്കുന്ന കാര്യം, ഈ ബ്ലോക്ക് എന്നത് ഒരു ക്രിഞ്ച് പരിപാടി എന്നത് സാധാരണ സംഭവമാണ്. ചിലപ്പോൾ ചെറിയ പിണക്കങ്ങൾ കൊണ്ടോ ദേഷ്യം കൊണ്ടോ ആയിരിക്കും അവർ ബ്ലോക്ക് ചെയ്യുന്നത്. ഇതൊരു വലിയ പ്രശ്നമായി കാണേണ്ടതില്ല. ഓരോ ബന്ധത്തിലും ചെറിയ പിണക്കങ്ങളും ഇണക്കങ്ങളും ഉണ്ടാവും. ഏറ്റവും പ്രധാനം, വാട്സപ്പ് ബ്ലോക്കുകൾ ബന്ധങ്ങളുടെ അവസാനമല്ല, ചിലപ്പോൾ ഒരു ചെറിയ ഇടവേള മാത്രമായിരിക്കും. ഈ ഇടവേള നമ്മളെ കൂടുതൽ ശക്തരാക്കാനും ബന്ധങ്ങളെ കൂടുതൽ മനസ്സിലാക്കാനും സഹായിക്കും. യഥാർത്ഥ സ്നേഹം ഒരു വാട്സപ്പ് ബ്ലോക്കിൽ ഒതുങ്ങുന്നതല്ല, അത് ആദ്യം മനസ്സിലാക്കുക. അത് മനസ്സിലാക്കുകയുടെയും ക്ഷമയുടെയും പരസ്പര ബഹുമാനത്തിനും വലിയൊരു ലോകമാണ്. ക്ഷമ വേണം, സമയമെടുക്കും എന്ന് പറഞ്ഞതുപോലെ ക്ഷമയോടെ കാത്തിരിക്കുക. ചിലപ്പോൾ അവർക്ക് അല്പം സമയം ആവശ്യമായിരിക്കും. ദേഷ്യം തണുക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒരു ഇടവേള ആവശ്യമായിരിക്കും. ആ സമയത്ത് അവരെ ശല്യപ്പെടുത്താതെ ക്ഷമയോടെ കാത്തിരിക്കുക. സമയം എല്ലാ മുറിവുകളെയും ഉണക്കും. ഇനി നിങ്ങളുടെ ഭാഗത്താണ് തെറ്റ് എന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ സോറി, ഇനി ആവർത്തിക്കൽ എന്നൊരു വാക്ക് പറയുക. ആത്മാർത്ഥ ക്ഷമാപണം ഏത് ബ്ലോക്കിനെയും മാറ്റാൻ കേൾപ്പുള്ള ഒരു മാന്ത്രിക വാക്കാണ്. അപ്പോൾ ഇനി ബ്ലോക്കുകളിൽ പെടുക്കേണ്ട കാര്യമില്ല. ഈ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മിക്കുക. ചിലപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരു വാട്സപ്പ് കളിച്ചുമടുത്ത ഒരു ഇടവേള എടുത്തതായിരിക്കാം. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ അടുത്ത വീഡിയോയിൽ അടുത്ത ദിവസം കാണാം. നിങ്ങളുടെ കമന്റ് രേഖപ്പെടുത്തുക. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.